ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബിജു മാത്യു കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. കർത്താവിൽ പ്രിയരെ, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ ഇസ്രായേൽ ജനം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ എന്ന് പറയുന്ന പാലും തേനും ഒഴുകുന്ന ആ മനോഹരമായ ദേശം യോശുവ എന്ന അനുഗ്രഹീത നേതാവിൻ്റെ ചുമതലയിൽ കൈവശപ്പെടുത്തുന്ന ചരിത്ര വിവരണമാണ് കാണുന്നത്. അങ്ങനെ കൈവശപ്പെടുത്തിയ ദേശം ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുന്നതിൻ്റെ വിവരണമാണ് 13-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തുടർന്നുള്ള അധ്യായങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ എന്താണ് നാം കാണുന്നത്? യോശുവയുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ താൻ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ നിലയിൽ യോശുവയുടെ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠന ഗ്രന്ഥമാണ്. നമുക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുമെങ്കിൽ വളരെ ആത്മിക സത്യങ്ങൾ അതിൽ നിന്ന് ഗ്രഹിക്കാനും ദൈവത്തെ ആ നിലയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനും കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ വായിച്ച വാക്യം വളരെ ശ്രദ്ധേയമായ അനേക ചിന്തകൾ അവിടെ അടങ്ങിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ ആദ്യം നാം വായിക്കുന്നത് യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ എന്നാണ്. അതൊരു പൊതുവായ ഒരു പ്രസ്താവനയായിട്ട് അവിടെ ഇരിക്കുകയാണ്. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായി. എന്നാൽ അതേ വാക്യത്തിൽ അടുത്ത വാചകം പറയുന്നത് യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇവിടെ ഞാൻ പങ്കുവെക്കട്ടെ. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ എന്ന് ആദ്യം പറയുമ്പോൾ അത് യോശുവയുടെ അറിവാണ്. തീർച്ചയായിട്ടും യോശുവ വയസ്സ് ചെന്നു എന്നുള്ളത് യോശുവയ്ക്കറിയാം. ഓരോ ദിവസം കഴിയും തോറും യോശുവയുടെ പ്രായം വർദ്ധിക്കുന്നുവെന്ന് യോശുവയ്ക്കറിയാം. ഓരോ വർഷം കഴിയും തോറും യോശുവയുടെ പ്രായം കൂടിക്കൂടി വരുന്നു എന്ന് യോശുവയ്ക്കറിയാം. മാത്രമല്ല ഓരോ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ യോശുവയ്ക്ക് ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ യോശുവ അറിയുന്നുണ്ട്, യോശുവ മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ പ്രായമാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ തനിക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ എന്ന് എഴുതുവാൻ കാരണം അതാണ്. നമുക്കും നമ്മെക്കുറിച്ച് അറിയാം. നമ്മുടെ ഓരോ വർഷം കഴിയും തോറും നമുക്കറിയാം ഓരോ വയസ്സും കൂടി വരികയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ക്ലേശങ്ങളെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം, നമ്മുടെ അവസ്ഥകൾ നമുക്കറിയാം, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കറിയാം.
എന്നാൽ അടുത്ത വാക്യം പറയുന്നത്, യഹോവ അവനോട് അരുളി ചെയ്തത്. ദൈവം അവനോട് പറയുകയാണ്. ദൈവം അവനോടൊരു കാര്യം എടുത്ത് പറയുകയാണ്. എന്താ പറയുന്നത്? യോശുവയോട് പറയുകയാണ്, നീ വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുന്നു. ആദ്യത്തെ ആ ഭാഗം യോശുവയ്ക്കുള്ള അറിവ് യോശുവയ്ക്ക് മാത്രമായിരിക്കത്തില്ല, യോശുവയുടെ കൂടെയുള്ള ആളുകൾക്കും യോശുവയുടെ കുടുംബാംഗങ്ങൾക്കും. യോശുവയ്ക്കൊരു കുടുംബം ഉണ്ടായിരുന്നില്ല, ആ കുടുംബത്തിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ അറിയാം, ഞങ്ങളുടെ പപ്പ അല്ലെ എൻ്റെ ഭർത്താവ് വയസ്സനായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ ആ പണ്ടത്തെ അത്ര ചുറുചുറുക്കൊന്നും ഇപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ വേദനകളൊക്കെ ഉണ്ട്. അത് താൻ ഇടയ്ക്ക് വീട്ടിൽ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കറിയാം, കൂട്ടുകാർക്കറിയാം, കൂടെയുള്ളവർക്കറിയാം. താൻ നയിക്കുന്ന ജനതതിയിൽ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അത് ഒരു കാര്യം തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അടുത്തതാണ് ആശ്വാസദായകം, അടുത്തതാണ് ധൈര്യം തരുന്നത്, അടുത്ത വാചകമാണ് ബലം നൽകുന്നത്, അടുത്ത വാചകമാണ് നമ്മെ ഊർജ്ജസ്വലരാക്കുന്നത്. മനസ്സിലായോ? എന്താണ് അവിടെ ദൈവം പറയുന്നത്? യോശുവയോട് പറയുക, യോശുവേ നീ വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുന്നു. ദൈവം ഒരാളോട് അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിക്ക് എന്താ തോന്നുന്നതെന്നറിയാമോ? ആ വ്യക്തിക്കൊരു ധൈര്യം തനിയേ വരും, ഒരു ധൈര്യം തനിയേ വരും, ഒരു ഊർജം തനിയേ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ വരും. കാരണം ഈ പറയുന്ന ആളാരാ? ദൈവമാണ് പറയുന്നത്. ദൈവമാണ് പറയുന്നത്, യോശുവേ നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. ദൈവമാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ പാഠം, നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം, നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് നമുക്കറിയാം, നമ്മുടെ ശാരീരിക കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ നാം അറിയുന്നതിനോടൊപ്പമോ അതിനു മുന്നമേയോ ദൈവം അതൊക്കെയും അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ദൈവത്തോട് പറയേണ്ട കാര്യമില്ല, പറയാതെ തന്നെ ദൈവം നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തെയും മനസ്സിലാക്കുന്നുണ്ട്. ആത്മിക വിഷയങ്ങൾക്ക് മാത്രമല്ല, ഭൗതികമായ കാര്യങ്ങൾക്കും നമ്മുടെ ശാരീരികമായ കാര്യങ്ങൾക്കും ദൈവം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ഇനി മറ്റൊരു നിലയിൽ ചിന്തിക്കുക. യോശുവ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് വിചാരിക്കുക. യോശുവ ഓട്ടമാണ്. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കാൻ വേണ്ടി, പൂർത്തീകരിക്കാൻ വേണ്ടി കയ്യും മെയ്യും മറന്ന് യോശുവ അധ്വാനിക്കുകയാണ്, ഓടുകയാണ്. അപ്പോൾ തൻ്റെ പ്രായത്തെക്കുറിച്ചൊന്നും താൻ ചിന്തിക്കാതെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിലും ഈ വാക്യം വളരെ ആശ്വാസദായകമാണ്. ഇനി അങ്ങനെയാണെന്ന് വിചാരിച്ചു, യോശുവ തന്നെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ, തൻ്റെ ശരീരത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ, തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊന്നും ബോധവാനല്ലാതെ താൻ ദൈവത്തിനു വേണ്ടി അങ്ങ് ഓടി അധ്വാനിക്കുകയാണ്. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന യോശുവയെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, യോശുവേ നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യോശുവേ എനിക്ക് നിന്നെ അറിയാം, ഞാൻ നിന്നെ സമൂലമായി അറിയുന്ന ഒരു ദൈവമാണ്. നീ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവനാണ്. നീ കിടക്കുമ്പോൾ ഞാൻ അവിടെ ആ കിടക്കയുടെ അരികിലുണ്ട്. നീ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കലുണ്ട്. നീ ഉണരുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കലുണ്ട്. നീ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിൻ്റെ വിശപ്പറിയുന്നു, നിൻ്റെ ദാഹമറിയുന്നു, നിൻ്റെ അവസ്ഥ അറിയുന്നു, നിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ ഞാൻ അറിയുന്നു. ഞാനിതെല്ലാം അറിയുന്നുണ്ട് യോശുവേ. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ബലപ്പെടുത്തുന്നവനാണ്. പുതിയതായ കൃപകൾ ഞാൻ തരുന്ന ദൈവമാണ്. ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ആശ്വാസം. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ അവസ്ഥ ദൈവത്തിന് അറിയാം. നമുക്ക് മാത്രമല്ല അറിയാവുന്നത്, നമ്മുടെ ദൈവത്തിനും അറിയാം. അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന, നമുക്ക് ശക്തി പകർന്നു തന്ന് നമ്മെ മുമ്പോട്ട് നടത്തുന്ന ദൈവമാണ് ഈ ദൈവം എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവൻ്റെ നാമം ഈ ചിന്തകളാൽ മഹത്വപ്പെടുമാറാകട്ടെ.